Dear students, once again welcome back to our discussion on transient currents. In this video, I will be discussing about the DC transient currents in RC circuit. Okay, here we consider a resistor and a capacitor which is connected in series with a voltage source. ഇവിടെ നമ്മൾ ഒരു സീരീസ് സർക്യൂട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആർ ഉണ്ട്, അതുപോലെ കപ്പാസിറ്റർ ഉണ്ട്. അത് ഒരു വോൾട്ടേജ് സോഴ്സ് വി ആയിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. പിന്നെ ഇവിടെ ഒരു അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് സർക്യൂട്ടിൽ കറണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വിച്ച് വണ്ണിലേക്ക് കണക്ട് ചെയ്യാം. ഇനി കംപ്ലീറ്റ്ലി ഒരു സ്റ്റഡി സ്റ്റേറ്റ് അച്ചീവ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഡീകേ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്വിച്ചിനെ 2ലേക്ക് കണക്ട് ചെയ്താൽ മതി. അതിന് 2ലേക്ക് കണക്ട് ചെയ്യുന്നതാണ് ഷോർട്ട് സർക്യൂട്ട് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നതാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്വിച്ച് 1ലേക്ക് കണക്ട് ചെയ്യുന്നു. കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ വോൾട്ടേജ് സോഴ്സ് ഈ സർക്യൂട്ടിൽ ഒരു കറണ്ട് ഫ്ലോ ക്രിയേറ്റ് ചെയ്യുന്നു. കറണ്ട് ഫ്ലോൻ്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷനാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു വോൾട്ടേജ് സോഴ്സ് ഇങ്ങനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ കപ്പാസിറ്റർ ചാർജ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ ചാർജ് ചെയ്യുന്ന സമയത്ത് സർക്യൂട്ടിൽ 2 തരത്തിലുള്ള വോൾട്ടേജസ് ആണ് ഉള്ളത്. ഒന്ന് സോഴ്സ് വോൾട്ടേജും അതുപോലെ തന്നെ കപ്പാസിറ്ററിനെ ക്രോസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ട്രാൻസിയൻറ്റ് വോൾട്ടേജാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് അക്രോസ് സി എന്ന് പറയുന്നത് ആദ്യം അതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് 0 ആയിരുന്നു. പിന്നീട് ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത് 2 തരത്തിലുള്ള വോൾട്ടേജ് സിയിൽ കാണപ്പെടും. അപ്പോൾ വോൾട്ടേജ് അക്രോസ് സിന് നമ്മൾ വി സി എന്ന് കൊടുത്തു. വി സി ഈസ് ഈക്വൽ ടു സോഴ്സ് വോൾട്ടേജ് പ്ലസ് വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ ഡ്യൂ ടു ട്രാൻസിയൻറ്റ് കറണ്ട്സ്. അപ്പോൾ ട്രാൻസിയൻറ്റ് കറണ്ട്സ് സി എന്നുള്ള കപ്പാസിറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജാണ് വി സി ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ RL സർക്യൂട്ട് ഡിസ്കസ് ചെയ്ത സമയത്തുള്ള അനാലിസിസ് റിപ്പീറ്റ് ചെയ്യണം ഇവിടെ. അപ്പോൾ നമുക്കറിയാം, ആദ്യം നമ്മൾ KVL അപ്ലൈ ചെയ്യുക. KVL എന്ന് പറഞ്ഞാൽ ക്രിച്ച്ഹോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുക ഫോർ ദി ട്രാൻസിയൻറ്റ് കറണ്ട്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സോഴ്സ് വോൾട്ടേജ് അല്ല ട്രാൻസിയൻറ്റ് കറണ്ട്സ് ഉണ്ടാക്കുന്നത്. ട്രാൻസിയൻറ്റ് കറണ്ട്സ് ഉണ്ടാക്കുന്നത് ഒരു ഇൻഡക്ടറോ കപ്പാസിറ്ററോ ഉള്ള സർക്യൂട്ടിൽ അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി കാരണമാണ്. ഇലക്ട്രോമാഗ്നറ്റിക് എനർജിയോ അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജിയോ കൊണ്ടാണ് ഈ ട്രാൻസിയൻറ്റ് കറണ്ട്സ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ KVL അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ഡ്യൂ ടു ട്രാൻസിയൻറ്റ് കറണ്ട് IT എന്നുള്ളത് IT × R ആണ് ഓംസ് ലോ പ്രകാരം. അതുപോലെ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് VCT. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അത് റൈറ്റ് സൈഡിൽ 0 കൊടുക്കാൻ കാര്യം ഈ ട്രാൻസിയൻറ്റ് കറണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ സോഴ്സ് വോൾട്ടേജ് അല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, നൗ ഈ ഒരു ഇക്വേഷൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. IT × R. VCT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ ഡ്യൂ ടു ട്രാൻസിയൻറ്റ് കറണ്ട് ആണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ QT ട്രാൻസിയൻറ്റ് ചാർജ് സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ ഡിവൈഡ് ബൈ ദ കപ്പാസിറ്റൻസ് ഓഫ് ദി കപ്പാസിറ്റർ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. നമുക്കറിയാം, കപ്പാസിറ്ററിൻ്റെ ഇക്വേഷൻ Q = CV ആണ്. അതിൽ നിന്ന് നമുക്ക് V = Q/C എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, അത് വെച്ചിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. QT എന്ന് പറഞ്ഞാൽ ദ ചാർജ് സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ ഡ്യൂ ടു ട്രാൻസിയൻറ്റ് കറണ്ട് ആണ്. ഇനി നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കാം വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേമിൽ R കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ ടൈം ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ dIT/dt എന്ന് വരും. പ്ലസ് സെക്കൻഡ് ഇക്വേഷനിൽ 1/c കോൺസ്റ്റൻ്റ് ആണ്. ബാക്കിയുള്ള ടേം dQT/dt എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇനി നമുക്കറിയാം, ഈ ഒരു ടേം ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുന്നത് ട്രാൻസിയൻറ്റ് കറണ്ടാണ്, IT ആണ്. ഓക്കെ, അത് IT എന്ന് ഇവിടെ കൊടുത്തു. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് താഴോട്ടുള്ള ഡെറിവേഷൻ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത അതേ ഫോർമാറ്റിലാണ് പോകുന്നത്. ആദ്യം ഈ ടേമിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി പിന്നെ ത്രൂ ഔട്ട് ആയിട്ട് റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ യുൽ ഗെറ്റ് dIT/dt = 1/RC × IT എന്ന് വരും. ഇനി ITയെ ഇങ്ങോട്ട് കൊണ്ടുപോകാം, DTയെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഓക്കെ, സോ യുൽ ഗെറ്റ് ദിസ് എക്സ്പ്രഷൻ. ഇനി 2 സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ln of IT = -1/RC t + k ഈസ് ദ ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻ്റ് എന്ന് കിട്ടും. ഈ ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കുന്നത് ഇനീഷ്യൽ കണ്ടീഷൻസ് വെച്ചിട്ടാണ്. ഇനീഷ്യൽ കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ടൈം t = 0 നമുക്കറിയാം ട്രാൻസിയൻറ്റ് കറണ്ട്സിൻ്റെ വാല്യൂ I0 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. I0 എത്രയാണെന്ന് നമുക്കറിയില്ല, അത് പിന്നീട് കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പ്രീവിയസ് ഇക്വേഷൻ ln of IT = -1/RC t + k എന്നായിരുന്നു. അവിടെ tക്ക് 0 കൊടുക്കുക,
അതുപോലെ ഐ ടിക്ക് I0 എന്ന് കൊടുക്കാം. ഓക്കെ, അത് ചെയ്യുന്ന സമയത്ത് ഇവിടെ ln of I0 ഈക്വൽ ടു ഈ ടേം 0 ആയിരിക്കും, ബാക്കിയുള്ളത് കെയുടെ വാല്യൂ ആയിരിക്കും. കെ ഈക്വൽ ടു ln of I0 എന്ന് വരും. ഇത് നമ്മുടെ ഒറിജിനൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ln of IT by I0, അതായത് നമ്മളിവിടെ log A മൈനസ് log B ഈക്വൽ ടു log A by B എന്നുള്ള ഫോം ഉപയോഗിച്ചിട്ടാണ് ഇതിലേക്ക് എത്തുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ -1/RC × T എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിന് രണ്ട് സൈഡും നമുക്ക് എക്സ്പോണൻഷ്യൽ എടുക്കുകയാണെങ്കിൽ IT ഇവിടെ ലോഗും എക്സ്പോണൻഷ്യലും ക്യാൻസൽ ആയിട്ട് പോവും. ഇവിടെ IT by I0 വരും. റൈറ്റ് സൈഡിൽ നമുക്ക് e⁻t/λ എന്ന് വരും. ലാംഡ എന്ന് പറയുന്നത് നമ്മൾ RC ആയിട്ടാണ് എടുക്കുന്നത്. RC എന്ന് പറയുന്നത് ടൈം കോൺസ്റ്റൻറ്റ് ഓഫ് ദ സർക്യൂട്ടാണ്. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് ട്രാൻസിയൻറ്റ് കറണ്ടിൻ്റെ ഇക്വേഷൻ IT ഈക്വൽ ടു I0 e⁻t/λ എന്ന് പറയും. എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ആയിട്ടുള്ള ഒരു ട്രാൻസിയൻറ്റ് കറണ്ടാണ്. പൊതുവേ ട്രാൻസിയൻറ്റ് കറണ്ടിൻ്റെ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം കൂടുന്തോറും ഈ ട്രാൻസിയൻറ്റ് കറൻറ്റ്സ് വാനിഷ് ചെയ്യുക. ഓക്കെ, നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് എത്തുമ്പോൾ ട്രാൻസിയൻറ്റ് കറണ്ടിൻ്റെ എഫക്റ്റ് കുറയും. ഓക്കെ, അപ്പോൾ പൊതുവേ അങ്ങനെയാണ് വേണ്ടത്. കാര്യം ട്രാൻസിയൻറ്റ് കറണ്ട് എന്ന് പറയുമ്പോൾ ഇനിഷ്യൽ ആയിട്ടുള്ള ഒരു ഫ്ലക്ച്വേഷൻ കൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ചേഞ്ചസ് കൊണ്ടോ ഉണ്ടാവുന്ന കറൻസാണ്. ഓക്കെ, അത് കുറച്ച് കഴിയുമ്പോൾ ഡൈ ഔട്ട് ചെയ്ത് പോവും. ഓക്കെ, അപ്പം പ്രധാനമായും അതിനുണ്ടാവേണ്ട ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് ടൈം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അത് 0 ആയിട്ട് പോകണം. അത് എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ചെയ്യുന്ന ഒരു ട്രെൻഡ് നമുക്ക് ഓൾവേസ് കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ 1/RC എന്നുള്ള ടേം ഡാമ്പിംഗ് കോഎഫിഷ്യൻ്റ് എന്ന് നമുക്ക് പറയാം. നമ്മുടെ അടുത്ത ഡ്യൂട്ടി എന്ന് പറയുന്നത് I0ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ I0 നമുക്കിപ്പോൾ ഒരു നോൺ പാരാമീറ്റേഴ്സ് വെച്ചിട്ടല്ല ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. I0 നമ്മളൊരു വാല്യൂ സെറ്റ് ചെയ്ത് വെച്ചാണ്. അത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻസ് ഉപയോഗിക്കാം. ഇനീഷ്യൽ കണ്ടീഷൻ അറ്റ് ടൈം t ഈക്വൽ ടു 0 നമ്മൾ സെറ്റ് ചെയ്തത് IT ഈക്വൽ ടു I0 എന്നാണ്. ഓക്കെ, നമ്മൾ ആദ്യത്തെ നമുക്ക് ഇക്വേഷൻ അറിയാം, IT × R പ്ലസ് VCT ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും ഇനീഷ്യൽ ടൈമിൽ IT എന്നുള്ളത് I0 ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, IT ഈക്വൽ ടു അത് ട്രാൻസിയൻറ്റ് കറണ്ട് I0, അപ്പോൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ I0 എന്ന് വരും ഇൻസ്റ്റെഡ് ഓഫ് ITക്ക് പകരം I0 -I0R എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ ഇനീഷ്യൽ ടൈമിൽ നമ്മൾ സർക്യൂട്ട് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ എന്ന് പറയുന്നത് അറ്റ് ദ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് 0 ആണ്. കാര്യം സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൽ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് ചാർജസ് ഒന്നുമില്ല. അപ്പോൾ VCയുടെ എക്സ്പ്രഷൻ നമുക്കറിയാം. VC എന്ന് പറഞ്ഞാൽ റിസൾട്ടൻറ്റ് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്ററാണ്. അത് പറഞ്ഞാൽ സ്റ്റഡി സ്റ്റേറ്റ് വോൾട്ടേജ് പ്ലസ് VCT ആണ്. ഓക്കെ, അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് VC 0 ആയതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് എഴുതാം VCT ഈക്വൽ ടു -V എന്ന് നമുക്ക് എഴുതാം. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് സോഴ്സിൻ്റെ പൊട്ടൻഷ്യലാണ്. ഓക്കെ, നൗ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്, ഇവിടെ ഉണ്ട് VCT ഈക്വൽ ടു I0R എന്നുണ്ട്. ഓക്കെ, അവിടെ VCT ഈക്വൽ ടു -V ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് -V ഈക്വൽ ടു I0R എന്ന് എഴുതാം. അതിൽ നിന്നും I0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V/R ആണെന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് I0ൻ്റെ വാല്യൂ കിട്ടി V/R. അപ്പോൾ ട്രാൻസിയൻറ്റ് കറണ്ടിൻ്റെ എക്സ്പ്രഷനിൽ IT ഈക്വൽ ടു V/R e⁻t/λ എന്ന് വരും. അപ്പോൾ അതിൻ്റെ ഒരു പ്ലോട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കറണ്ട് t ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് മാക്സിമം ട്രാൻസിയൻറ്റ് കറണ്ട് ഉണ്ട്. ഓക്കെ, അതിന് ടൈം പോകുന്നതിനനുസരിച്ച് ടൈം ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് ട്രാൻസിയൻറ്റ് കറണ്ടിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. ഫൈനലി ഇറ്റ് ബിക്കംസ് 0 അറ്റ് ഇൻഫിനിറ്റി. ഇത് തിയറട്ടിക്കലി ഇൻഫിനിറ്റിയിലാണ് 0 ആവുന്നതെങ്കിലും പ്രാക്ടിക്കലി കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ടൈം സ്കെയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓഫ് ദ ഓർഡർ ഓഫ് മില്ലി സെക്കൻഡ്സ്. ഓക്കെ, അറ്റ് ദ മാക്സിമം. ഓക്കെ, നൗ ട്രാൻസിയൻറ്റ് വോൾട്ടേജ് അക്രോസ് R, അതായത് ഈ ട്രാൻസിയൻറ്റ് കറണ്ട് ആറിന് അക്രോസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് IT × R ആണ്. അല്ല, ITയുടെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം IT × R എന്ന് പറയുമ്പോൾ V × e⁻t/λ. ഇതാണ് വോൾട്ടേജ് അക്രോസ് R ഡ്യൂ ടു ട്രാൻസിയൻറ്റ് കറണ്ട്. ഓക്കെ, നൗ അതിൻ്റെ ഒരു എക്സ്പ്രഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഇനീഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് I0R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V ആണ്. ഓക്കെ, ഇത് ഒരു എക്സ്പ്രഷൻ ഇവിടെ ഓവർലാപ്പ് ചെയ്തതാണ്. V ഈക്വൽ ടു I0R എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ബിക്കോസ് I0 എന്ന് പറയുന്നത് V/R ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I0R ആണ്. അപ്പോൾ വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ ടൈം മാറുന്നതിനനുസരിച്ച് ഇത് കുറഞ്ഞു വരും. ഓക്കെ, എക്സ്പോണൻഷ്യലി ഡിക്രീസ്. ഇപ്പോൾ ട്രാൻസിയൻറ്റ് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ ഡിക്രീസ് ചെയ്യുന്നുണ്ട്.
ട്രാൻസിയൻറ്റ് കറണ്ട് ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ട് ട്രാൻസിയൻറ്റ് വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്ററും എക്സ്പൊണൻഷ്യലി ഡിക്രീസ് ചെയ്യുന്നുണ്ട് ആസ് ദ ടൈം ഇംപ്രൂവ്സ്. ഓക്കെ, നൗ ട്രാൻസിയൻറ്റ് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ എങ്ങനെ കാണാം? അപ്പോൾ അതിന് നമുക്ക് എക്സ്പ്രഷൻ അറിയാം. വി സി ഈക്വൽ ടു സ്റ്റഡി സ്റ്റേറ്റ് വോൾട്ടേജ് പ്ലസ് വി സി ടി ആണ്. വി സി ടി എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കൊരു എക്സ്പ്രഷൻ ഉണ്ട്, ഐ ടി ആർ പ്ലസ് വി സി ടി ഈക്വൽ ടു 0. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് വി സി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഐ ടി ആർ ആണെന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് വോൾട്ടേജ് സോഴ്സ് സപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യൽ മൈനസ് ഐ ടി ആർ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ. സോ ദാറ്റ് ബിക്കംസ് വി മൈനസ് ഐ ടി ആർ. ഐ ടി ആർ നമുക്ക് ഇവിടുന്ന് കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഈസ് വി ഇ റൈസ് ടു മൈനസ് ടി ബൈ ലാംഡ. ഈ എക്സ്പ്രഷനിൽ നിന്നും ദ വോൾട്ടേജ് റിസൾട്ടൻറ്റ് വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടും വി മൈനസ് വി ഇ റൈസ് ടു മൈനസ് ടി ബൈ ലാംഡ. അതിൽ നിന്നും കോമൺ ആയിട്ട് നമുക്ക് വി എടുക്കാം. അപ്പോൾ വി സി ഈക്വൽ ടു വി ഇൻറ്റു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് ടി ബൈ ലാംഡ എന്ന് കിട്ടും. ഇനി ട്രാൻസിയൻറ്റ് വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ ഉപയോഗിക്കാം അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വി സി, ഇതിൽ നിന്നും വി സി ഈക്വൽ ടു വി പ്ലസ് വി സി ടി ആണ്. അതിൽ നിന്ന് വി സി ടി എന്ന് പറയുന്നത് വി സി മൈനസ് വി എന്ന് കിട്ടും. അപ്പോൾ വി സി ഓൾറെഡി നമുക്കറിയാം, ഇതാണ് എക്സ്പ്രഷൻ. അതിൽ നിന്നും വോൾട്ടേജ് സോഴ്സിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറയ്ക്കാം. ഓക്കെ, ഇത് കുറച്ച് കഴിയുന്ന സമയത്ത് മൈനസ് വി കൊടുക്കുമ്പോൾ ഇത് ഫസ്റ്റ് ടേം ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കിയുള്ളത് മൈനസ് വി ഇ റൈസ് ടു മൈനസ് ടി ബൈ ലാംഡ എന്നാണ് കിട്ടുന്നത്. അതിൻ്റെ ഒരു പ്ലോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം അത് നെഗറ്റീവ് എക്സ്ട്രീമിലായിരുന്നു, മൈനസ് വിയിലായിരുന്നു. പിന്നീട് അത് കുറഞ്ഞു കുറഞ്ഞു വന്നു. പിന്നീട് അത് ഓൾമോസ്റ്റ് 0 ആയി അറ്റ് വെരി ലോങ് ടൈം. അതുപോലെ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ എന്ന് പറയുന്നത്, റിസൾട്ടൻറ്റ് വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ ഇനീഷ്യൽ വാല്യൂ 0 ആയിരുന്നു. ഇനീഷ്യലി കണക്ട് ചെയ്യുന്ന സമയത്ത് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് 0 ആണ്. അത് പിന്നീട് സ്റ്റഡി സ്റ്റേറ്റ് വോൾട്ടേജും അതുപോലെ തന്നെ ട്രാൻസിയൻറ്റ് കറണ്ട് കാരണം ഇൻക്രീസ് ചെയ്തു. ഫൈനലി ഇറ്റ് ബിക്കംസ് എ സാച്ചുറേറ്റഡ് വാല്യൂ വിച്ച് ഈസ് ഹാവിങ് പ്ലസ് വി വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ. അപ്പോൾ ഇത് നമുക്കറിയാം, ഒരു വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്യുകയാണെങ്കിൽ കപ്പാസിറ്റർ അതിൻ്റെ മാക്സിമം വോൾട്ടേജിലേക്ക് ചാർജ് ചെയ്യപ്പെടും. ഓക്കെ, അതാണ് ഈ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡിസ്ചാർജിങ് ഓഫ് ദ കപ്പാസിറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഡിസ്ചാർജിങ് ഓഫ് ദ കപ്പാസിറ്റർ എന്ന് പറയുന്നത് ആദ്യം കപ്പാസിറ്റർ ചാർജ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ചാർജ് ചെയ്യുക. അതുപോലെ തന്നെ ചാർജ് ചെയ്താൽ മാത്രമേ പോരാ, നമ്മൾ സർക്യൂട്ട് ഒരു സ്റ്റഡി സ്റ്റേറ്റ് കറണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കണ്ടീഷനിലേക്ക് കൊണ്ടുവരണം. അതിനായിട്ട് ഈ സീരീസ് സർക്യൂട്ടിന് ആദ്യം S1ലേക്ക് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തിട്ട് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലുണ്ടായിരിക്കുന്ന ഇനീഷ്യലായിട്ടുണ്ടായിരുന്ന ട്രാൻസിയൻറ്റ് കറൻസൊക്കെ ഡൈ ഔട്ട് ആയത് പോകും. എന്നിട്ട് ഫൈനലി ഒരു സ്റ്റഡി സ്റ്റേറ്റ് ഇതിലൂടെ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഒരു കുറച്ച് സമയത്തിന് ശേഷം ആ സ്റ്റഡി സ്റ്റേറ്റ് കറണ്ട് എന്ന് പറയുന്നത് V ബൈ R, അതായത് വോൾട്ടേജ് ഡിവൈഡ് ബൈ Rന് തുല്യമായിരിക്കും. ഓക്കെ, അങ്ങനെ സ്റ്റഡി സ്റ്റേറ്റ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് നമ്മൾ S1ൽ നിന്നും ഡിസ്കണക്ട് ചെയ്യാം. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് കറണ്ട് ബ്രേക്ക് ആവും. എന്നിട്ട് 2ലേക്ക് കണക്ട് ചെയ്യുക. 2ലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഈ സർക്യൂട്ട് ഷോർട്ട് സർക്യൂട്ടായി എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ആവുന്ന സമയത്ത് ആ ഒരു ഇനിഷ്യൽ നമ്മൾ കണക്ട് ചെയ്യുന്ന ജസ്റ്റ് ആ മൊമെൻറ്റിൽ ഇതിലൂടെ ഒരു സ്റ്റഡി സ്റ്റേറ്റ് കറണ്ട് ഉണ്ട്. അതുപോലെ തന്നെ കപ്പാസിറ്റർ മാക്സിമം വോൾട്ടേജിലേക്ക് ചാർജ് ചെയ്തിട്ടുണ്ടാകും. നമ്മൾ ആദ്യം കണക്ട് ചെയ്ത V എന്നുള്ള വോൾട്ടേജിലേക്ക് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ചാർജ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ പിന്നീട് അങ്ങോട്ട് വോൾട്ടേജ് സോഴ്സ് സപ്ലൈ ചെയ്യുന്ന കറണ്ട്, സ്റ്റഡി സ്റ്റേറ്റ് കറണ്ട് ഇതിലില്ല. പിന്നീട് ഉള്ളതെന്ന കറണ്ട് കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജസ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ട്രാൻസിയൻറ്റ് കറൻസ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഈ ബ്ലോക്കിലുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻസ് ആണ്. അറ്റ് ടൈം t ഈക്വൽ ടു 0യിലുള്ള കണ്ടീഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി നമ്മൾ ട്രാൻസിയൻറ്റ് കറൻസ് എടുക്കുകയാണെങ്കിൽ അതിനൊരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കുക, I0. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ ഇവിടെ ക്രിച്ചോഫ് വോൾട്ടേജിൽ എഴുതുകയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് R, അത് IT ഇൻറ്റു R. പിന്നെ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ്, പിന്നെ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് കപ്പാസിറ്റർ എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് VCT. അത് ട്രാൻസിയൻറ്റ് കറണ്ട് മാത്രം ഉള്ളൂ അവിടെ, അതുകൊണ്ട് VCT നമുക്ക് എഴുതാം. ഈ ലൂപ്പിൽ വേറെ വോൾട്ടേജ് സോഴ്സസ് ഒന്നുമില്ല, ട്രാൻസിയൻറ്റ് കറൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് സോഴ്സസ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ 0 ആയിട്ട് കൊടുത്തു. അപ്പോൾ അതിൽ നിന്നും VCT ഈക്വൽ ടു മൈനസ് I0 R എന്ന് നമുക്ക് എഴുതാം. കാരണം IT എന്നുള്ളത് ഇനീഷ്യൽ ടൈമിൽ I0 ആണ്. ഓക്കെ, നൗ നമുക്ക് പറയാം ഇത് കണക്ട് ചെയ്യുന്ന ആ ഇനീഷ്യൽ ടൈമിൽ കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആയിരിക്കും. അതിൻ്റെ ചാർജ് എന്ന് പറയുമ്പോൾ നമ്മൾ കണക്ട് ചെയ്ത ബാറ്ററിക്ക്, നമ്മൾ ചാർജ് ചെയ്യാൻ ഉപയോഗിച്ച ബാറ്ററിയുടെ
പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ വി സി റിസൾട്ടൻറ്റ് വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ വി ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻസ് നമുക്കറിയാം. വി സി ഈക്വൽ ടു വി പ്ലസ് വി സി ടി ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഇനീഷ്യലി കണക്ട് ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് സോഴ്സ് ഇല്ല. അപ്പോൾ ക്യാപിറ്റൽ വി 0 ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വി സി ഈക്വൽ ടു വി സി ടി എന്ന് നമുക്ക് എഴുതാം. ഇനി ഇത് വെച്ചിട്ട് അപ്പോൾ വി സി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി സി ആണ്. ഓക്കെ, വി സി ടി ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് വി സി എന്ന് എഴുതാം. വി സി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ വി ആണ്. അപ്പോൾ ഇവിടെ വി ഈക്വൽ ടു മൈനസ് I0 R എന്ന് കൊടുക്കാം. അതിൽ നിന്ന് നമുക്ക് I0 എന്നുള്ളത് മൈനസ് വി ബൈ ആർ എന്ന് കൊടുക്കാം. അപ്പോൾ ഐ ടി എന്നുള്ളത് ഐ ടിയുടെ ഇക്വേഷൻ I0 ഇ റൈസ് ടു മൈനസ് ടി ബൈ ലാംഡ ആയിരുന്നു. അവിടെ I0 എന്നുള്ളത് മൈനസ് വി ബൈ ആർ ഇ റൈസ് ടു മൈനസ് ടി ബൈ ലാംഡ എന്ന് കൊടുത്തു. ഇവിടെയും നമ്മൾ നോക്കുകയാണെങ്കിൽ ടൈം ഇൻക്രീസ് ചെയ്ത് പോകുന്ന ടൈം ആസ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി ദ ട്രാൻസിയൻറ്റ് കറണ്ട് ഡിക്രീസസ് ടു 0. ഈ പ്രോപ്പർട്ടി എല്ലാ സമയത്തും വാലിഡ് ആയിരിക്കണം. അതുപോലെ ട്രാൻസിയൻറ്റ് വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ എന്നുള്ളത് ഐ ടി ഇൻറ്റു ആർ ആണ്. അത് നമുക്ക് കിട്ടുന്നത് ഈ എക്സ്പ്രഷനിൽ നിന്നാണ്. ഓക്കെ, വി സി ടി എന്ന് പറഞ്ഞാൽ മൈനസ് ഐ ടി ഇൻറ്റു ആർ ആണ്. അപ്പോൾ ഓൾറെഡി ഇതൊരു മൈനസ് സൈൻ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വേറൊരു മൈനസ് സൈൻ ഉള്ളതുകൊണ്ട് അത് വി ഇ റൈസ് ടു മൈനസ് ടി ബൈ ലാംഡ എന്ന് വരും. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു പ്ലോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ പ്ലോട്ടിൽ കറണ്ടാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. കറണ്ടിൻ്റെ തുടക്കത്തിലുള്ള വാല്യൂ മൈനസ് വി ബൈ ആർ ആണ്. ഇവിടെ മൈനസ് വി ബൈ ആർ ആണ്. അതിന് ടൈം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇത് എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്ത് 0 ആയി. പിന്നീടുള്ളത് വോൾട്ടേജ് ട്രാൻസിയൻറ്റ് വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ ആണ്. അത് കൊടുത്തിരിക്കുന്നത് മൈനസ് ഐ ടി ഇൻറ്റു ആർ, അതായത് വി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ടി ബൈ ലാംഡ. അതിൻ്റെ ഇനിഷ്യൽ വാല്യൂ വി ആണ്. പിന്നീട് അവിടുന്ന് കുറഞ്ഞു വരുന്നു. ഓക്കെ, സർക്യൂട്ടിൽ വോൾട്ടേജ് അക്രോസ് ദ ട്രാൻസിയൻറ്റ് വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ കുറഞ്ഞു വന്നിട്ട് അത് 0 ആയിട്ട് മാറുന്നു. താങ്ക് യു.